വാഹനത്തിന്റെ തൊട്ടുപിറകിലായി കൊണ്ട് കടന്നു വരികയാണ് മലപ്പുറം ലോക്സഭാ മണ്ഡലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി സഖാവ് വി വസീഫും ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി സഖാവ് വി കെ സനോജ് നയിച്ചുകൊണ്ടുള്ള എൽഡിവൈഎഫിന്റെ നൈറ്റ് മാർച്ച് ഈ വാഹനത്തിന്റെ തൊട്ടുപിറകിലായി കൊണ്ട് കടന്നു വരികയാണ്. ജാതിമത വർണ്ണവർഗ വ്യത്യാസങ്ങളില്ലാതെ ഒരൊറ്റ ജനതയായി പൂർവികർ നേടിയെടുത്ത സ്വാതന്ത്ര്യവും മതനിരപേക്ഷ മൂല്യങ്ങളും ഇന്ത്യൻ ഭരണഘടനയെ പോലും വികൃതമാക്കിക്കൊണ്ട് രാജ്യത്തെ ജനങ്ങളെ വിഭജിക്കാൻ വേണ്ടി തുനിഞ്ഞിറങ്ങുന്ന സംഘപരിവാര ആശയങ്ങൾക്ക് മേൽ ഭരണം കൈയാളുന്ന നരേന്ദ്രമോദി സർക്കാരിനെതിരിൽ എൽഡിവൈഎഫ് സംഘടിപ്പിക്കുന്ന നൈറ്റ് മാർച്ച് ഈ വാഹനത്തിന്റെ തൊട്ടുപിറകിലായിക്കൊണ്ട് മലപ്പുറം ലോക്സഭാ മണ്ഡലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി സഖാവ് വി വസീഫും ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി സഖാവ് വി കെ സനോജ് നയിച്ചുകൊണ്ടുള്ള നൈറ്റ് മാർച്ച് ഈ വാഹനത്തിന്റെ തൊട്ടുപിറകിലായി കൊണ്ട് കടന്നു വരികയാണ്. ആശീർവദിക്കുക പ്രിയമുള്ളവരെ, അഭിവാദ്യങ്ങൾ അർപ്പിക്കുക, അണിനിരക്കുക. ഇന്ത്യയുടെ മഹത്തരമായ മതനിരപേക്ഷത പൈതൃകങ്ങൾക്ക് വർഗീയതയ്ക്ക് മേൽ നേതൃത്വം നൽകി ഇന്ത്യൻ ജനതയ്ക്ക് മുന്നിൽ പൗരത്വത്തെ പോലും മതാടിസ്ഥാനത്തിൽ നിർണയിക്കാൻ ഒരുങ്ങുന്ന മോദി ഭരണം കൊണ്ട് അനീതിയുടെ വിളഭൂമിയായി മാറ്റുന്ന ഇന്ത്യയുടെ മണ്ണിൽ ജനങ്ങൾക്കിടയിൽ വംശീയ ഭ്രാന്ത് പടർത്തി അധികാര കസേര ഉറപ്പിക്കാൻ വീണ്ടും തുനിഞ്ഞിറങ്ങുന്ന നെറികേടിന്റെ വക്താക്കൾ മോദി സർക്കാരിനെതിരിൽ സിഎക്കെതിരെ എൽഡിവൈഎഫ് സംഘടിപ്പിക്കുന്ന നൈറ്റ് മാർച്ച് ഈ വാഹനത്തിന്റെ തൊട്ടുപിറകിലായി കൊണ്ട് കടന്നു വരികയാണ്. നൈറ്റ് മാർച്ചിൽ അണിനിരക്കുന്ന മുഴുവൻ സഖാക്കളും ബാനറിന്റെ പിറകിലായിക്കൊണ്ട് അണിനിരക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നൈറ്റ് മാർച്ചിൽ അണിനിരക്കുന്ന മുഴുവൻ സഖാക്കളും ബാനറിന്റെ പിറകിലായി മാത്രം അണിനിരക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. സഖാക്കളെ, ഈ നൈറ്റ് മാർച്ച് നിയന്ത്രിക്കാൻ ഒരു സഖാക്കളെയും ചുമതലപ്പെടുത്തിയിട്ടില്ല. മുഴുവൻ സഖാക്കളും ബാനറിന് പിറകിലാണ് അണിനിരക്കേണ്ടത്. വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തുന്നു, ഒരാളെയും ഈ നൈറ്റ് മാർച്ച് നിയന്ത്രിക്കാൻ വേണ്ടി ചുമതലപ്പെടുത്തിയിട്ടില്ല. സഖാക്കൾക്ക് ക്യാമറ ഉപയോഗിക്കേണ്ടതില്ല. കൃത്യമായി ഫോട്ടോയും വീഡിയോസും കിട്ടുന്നതിന് വേണ്ടിയുള്ള സൗകര്യം ഇവിടെ സമിതി ഒരുക്കിയിട്ടുണ്ട്. സഖാക്കൾ ശ്രമിക്കണം, അതിനുവേണ്ടി ശ്രമിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ബാനറിന് മുന്നിൽ അണിനിരക്കുന്ന മുഴുവൻ സഖാക്കളും ബാനറിന്റെ പിറകിലായി അണിനിരക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ജാതിമത വർണ്ണവർഗ വ്യത്യാസങ്ങളില്ലാതെ ഒരൊറ്റ ജനതയായി പൂർവികർ നേടിയെടുത്ത സ്വാതന്ത്ര്യവും മതനിരപേക്ഷ മൂല്യങ്ങളും ഇന്ത്യൻ ഭരണഘടനയെ തന്നെ പോലും വികൃതമാക്കിക്കൊണ്ട് രാജ്യത്തെ ജനങ്ങളെ വിഭജിക്കാൻ വേണ്ടി തുനിഞ്ഞിറങ്ങുന്ന സംഘപരിവാർ ആശയങ്ങൾക്ക് മേൽ ഭരണം കൈയാളുന്ന നരേന്ദ്രമോദി സർക്കാരിനെതിരിൽ എൽഡിവൈഎഫ് സംഘടിപ്പിക്കുന്ന നൈറ്റ് മാർച്ച് ഈ വാഹനത്തിന്റെ തൊട്ടുപിറകിലായിക്കൊണ്ട് മലപ്പുറം ലോക്സഭാ മണ്ഡലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കരുതനായ സാരഥി ഇന്ത്യൻ യുവജന പ്രസ്ഥാനം ഡിവൈഎഫ്ഐയുടെ അഖിലേന്ത്യാ ഉപാധ്യക്ഷനുമായ സഖാവ് വി വസീഫ്, ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി സഖാവ് വി കെ സനോജ് നയിച്ചുകൊണ്ടുള്ള നൈറ്റ് മാർച്ച് ഈ വാഹനത്തിന്റെ തൊട്ടുപിറകിലായി കൊണ്ട് കിടന്നു വരികയാണ്. ആശീർവദിക്കുക പ്രിയമുള്ളവരെ, അഭിവാദ്യങ്ങൾ അർപ്പിക്കുക. ജാതിഭേദം മതദ്വേഷമേതുമില്ലാതെ സർവരും സോദര പോലെ വായുന്ന മാതൃകാ സ്ഥാനമാണിതെന്ന് ഉദ്ഘോഷിച്ച ശ്രീ നാരായണ ഗുരുവിന്റെ പാദസ്പർശമേറ്റ മലയാളത്തിന്റെ മണ്ണ് മാറ്റുവിൻ ചട്ടങ്ങളെ, അല്ലെങ്കിൽ നിങ്ങളെ തന്നെ മാറ്റിമറിക്കുമെന്ന് പാടിയ മഹാകവി കുമാരനാശാന്റെ കാവ്യശലകങ്ങൾ അലയടിച്ചുയർന്ന മലയാള നാട്. ഭാരതം എന്ന് കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം, കേരളം എന്ന് കേട്ടാലോ തിളക്കണം ചോര ഞരമ്പുകളിൽ നിന്ന് അറുത്തുപാടിയ മഹാകവി വള്ളത്തോളിന്റെ മലയാളമുണ്ട്. വൈദേശിക ആധിപത്യത്തിനെതിരിൽ, ജന്മിനാട് വായുധത്തിനെതിരിൽ ഉജ്ജ്വലമായ സമര പോരാട്ടങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ഏറനാടിന്റെ ആസ്ഥാന നഗരിയിൽ നിന്നോട് കടന്നു വരികയാണ് പ്രിയമുള്ളവരെ. ഇന്ത്യൻ യുവജന പ്രസ്ഥാനത്തിന്റെ അഖിലേന്ത്യാ ഉപാധ്യക്ഷനും മലപ്പുറം ലോക്സഭാ മണ്ഡലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കരുതനായ യുവ സാരഥിയുമായ സഖാവ് വി വസീഫ്, ഇന്ത്യൻ യുവജന പ്രസ്ഥാനം ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി സഖാവ് വി കെ സനോജ് നയിച്ചുകൊണ്ടുള്ള എൽഡിവൈഎഫിന്റെ നൈറ്റ് മാർച്ചാണ് ഈ വാഹനത്തിന്റെ തൊട്ടുപിറകിലായി കൊണ്ട് കടന്നു വരുന്നത്. ആശീർവദിക്കുക പ്രിയമുള്ളവരെ, അഭിവാദ്യങ്ങൾ അർപ്പിക്കുക. ഞങ്ങളുടെ പൂർവികർ ചോരയും വിയർപ്പും കൊടുത്ത് പോരടിച്ചു ജീവൻ നൽകി നേടിയെടുത്ത ഈ മണ്ണും ഈ മണ്ണിന്റെ സ്വാതന്ത്ര്യത്തെയും തകർത്തു കളയാമെന്ന് വ്യാമോഹിക്കുന്ന തീഷ്ണമായ സ്വാതന്ത്ര്യ സമരകാലത്ത് വെള്ളക്കാരന്റെ ചെരുപ്പ് നക്കി മുട്ടിലെയ്ഞ്ഞവരുടെ പിന്മുറക്കാർ സംഘപരിവാരക്കാരോട് മോഡി, അമിത്ഷാ, ബിജെപി ഭരണകൂടം നരഭോജികളോട് പൗരത്വ ഭേദഗതി നിയമം അറബിക്കടലിൽ എന്ന മുദ്രാവാക്യം ഉയർത്തി പിടിച്ചുകൊണ്ട് പിറന്ന വീണ മണ്ണിൽ, ഇന്ത്യയുടെ മണ്ണിൽ തന്നെ ജീവിച്ച് അതേ മണ്ണിൽ അലിഞ്ഞു ചേരുമെന്ന് ഉച്ചൈശ്വരം പ്രഖ്യാപിച്ചുകൊണ്ട് ഇടതുപക്ഷ യുവജന സംഘടനയുടെ നേതൃത്വത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കരുതനായ യുവസാരഥി ഇന്ത്യൻ യുവജന പ്രസ്ഥാനം ഡിവൈഎഫ്ഐയുടെ അഖിലേന്ത്യാ ഉപാധ്യക്ഷനും സംസ്ഥാന അധ്യക്ഷനുമായ സഖാവ് വി വസീഫ്, ഇന്ത്യൻ യുവജന പ്രസ്ഥാനം ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി സഖാവ് വി കെ സനോജ് നയിച്ചുകൊണ്ടുള്ള എൽഡിവൈഎഫിന്റെ നൈറ്റ് മാർച്ചാണ് ഈ വാഹനത്തിന്റെ തൊട്ടുപിറകിലായിക്കൊണ്ട് വർഗീയ ശക്തികൾക്ക് താക്കീതിന്റെ സ്വരം ഉയർത്തി പിടിച്ചുകൊണ്ട് ഈ വാഹനത്തിന്റെ തൊട്ടുപിറകിലായിക്കൊണ്ട് പൗരത്വ ഭേദഗതി നിയമം അറബിക്കടലിൽ നിന്ന് മുദ്രാവാക്യം ഉയർത്തി പിടിച്ചുകൊണ്ട് കടന്നു വരുന്നത്. ആശീർവദിക്കുക പ്രിയമുള്ളവരെ, അഭിവാദ്യം അർപ്പിക്കുക.
ജാതി മത വർണ്ണവർഗ വ്യത്യാസങ്ങളില്ലാതെ ഒരൊറ്റ ജനതയായി പൂർവികർ നേടിയെടുത്ത സ്വാതന്ത്ര്യവും മതനിരപേക്ഷ മൂല്യങ്ങളും ഇന്ത്യൻ ഭരണഘടനയെ തന്നെ പോലും വികൃതമാക്കിക്കൊണ്ട് രാജ്യത്തെ ജനങ്ങളെ വിഭജിക്കാൻ തുനിഞ്ഞിറങ്ങുന്ന സംഘപരിവാരങ്ങൾക്ക് മുന്നിൽ ഈ നാട് മുട്ടമടക്കില്ല, ഇന്ത്യൻ ജനത മുട്ടമടക്കില്ല. കേരളത്തിന്റെ മണ്ണിൽ അറബിക്കടലിലാണ് പൗരത്വ ഭേദഗതി നിയമത്തിന്റെ അറബിക്കടലിലേക്ക് തള്ളിവിട്ടുകൊണ്ട് ഉജ്ജ്വലമായ പ്രഖ്യാപനവുമായി കൊണ്ട് ഇന്ത്യൻ യുവജന പ്രസ്ഥാനം ഡിവൈഎഫ്ഐയുടെ അഖിലേന്ത്യാ ഉപാധ്യക്ഷനും മലപ്പുറം ലോകസഭാ മണ്ഡലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കരുത്തനായ യുവസാരഥി സഖാവ് വി വസീഫും ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി സഖാവ് വി കെ സനോജ് നയിച്ചുകൊണ്ടുള്ള നൈറ്റ് മാർച്ചാണ് ഈ വാഹനത്തിന്റെ തൊട്ടുപിറകിലായി കൊണ്ട് കടന്നു വരുന്നത്. ആശ്രവദിക്കുക പ്രിയമുള്ളവരെ, അഭിവാദ്യങ്ങൾ അർപ്പിക്കുക. ഇന്ത്യയുടെ മഹത്തരമായ മതനിരപേക്ഷ പൈതൃകങ്ങൾക്കുമേൽ വർഗീയതക്ക് നേതൃത്വം നൽകി ഇന്ത്യൻ ജനതയ്ക്ക് മുന്നിൽ പൗരത്വത്തെ പോലും മതാടിസ്ഥാനത്തിൽ നിർവഹിക്കാൻ ഒരുങ്ങുന്ന മോദി ഭരണം കൊണ്ട് അനീതിയുടെ വിളഭൂമിയായി മാറ്റുന്ന ഇന്ത്യയുടെ മണ്ണിൽ ജനങ്ങൾക്കിടയിൽ വംശീയ ഭ്രാന്ത് പടർത്തി അധികാര കസേരയുറപ്പിക്കാൻ വീമ്പൽ കൊള്ളുന്ന നെറികേടിന്റെ മോദി പരിഷ്കാരങ്ങൾക്ക് പൗരത്വ നിയമം അറബിക്കടലിൽ എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഏറനാടിന്റെ ആസ്ഥാന നഗരിയിലൂടെ ഇന്ത്യൻ യുവജന പ്രസ്ഥാനം ഡിവൈഎഫ്ഐയുടെ അഖിലേന്ത്യാ ഉപാധ്യക്ഷനും മലപ്പുറം ലോകസഭാ മണ്ഡലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കരുത്തനായ യുവസാരഥി സഖാവ് വി വസീഫും ഇന്ത്യൻ യുവജന പ്രസ്ഥാനം ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി സഖാവ് വി കെ സനോജ് നയിച്ചുകൊണ്ടുള്ള യുവജന റാലിയാണ് നൈറ്റ് മാർച്ചാണ് ഈ വാഹനത്തിന്റെ തൊട്ടുപിറകിലായി കൊണ്ട് കടന്നു വരുന്നത്. ആശീർവദിക്കുക പ്രിയമുള്ളവരെ, അഭിവാദ്യങ്ങൾ അർപ്പിക്കുക, അണിനിരക്കുക. ജാതിഭേദം മതദ്വേഷഭേദമില്ലാതെ സർവരും സോദര പോലെ വായുന്ന മാതൃകാ സ്ഥാനമാണെന്ന് ഉദ്ഘോഷിച്ച ശ്രീനാരായണ ഗുരുവിന്റെ പാദസ്പർശമേറ്റ മലയാളത്തിന്റെ മണ്ണ് മാറ്റുവിൻ ചട്ടങ്ങളെ, അല്ലെങ്കിൽ നിങ്ങളെ തന്നെ മാറ്റിമറിക്കുമെന്ന് പാടിയ മഹാകവി കുമാരനാശാന്റെ കാവ്യശലകങ്ങൾ അലയടിച്ചുയർന്ന മലയാള നാട്. ഭാരതം എന്ന് കേട്ടാൽ അഭിമാനപൂരിതമാകണമെന്തരംഗം, കേരളം എന്ന് കേട്ടാലോ തിളക്കണം ചോര ഞരമ്പുകളിലെന്ന് അറുത്തുപാടിയ മഹാകവി വള്ളത്തോളിന്റെ മലയാള മണ്ണ് വൈദേശിക ആധിപത്യത്തിനെതിരിൽ, ജന്മിനാട് വായുധത്തിനെതിരിൽ ഉജ്ജ്വലമായ സമര പോരാട്ടങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ഏർനാടിന്റെ ആസ്ഥാന നഗരിയിൽ സംഘപരിവാര അജണ്ടകൾക്ക് ഈ മണ്ണിൽ ജീവൻ കൊടുത്തും പ്രതിരോധം തീർക്കുമെന്ന് ഉച്ചൈശ്വര്യം പ്രഖ്യാപിച്ചുകൊണ്ട് ജനിച്ചു വീണ മണ്ണിൽ തന്നെ ജീവിതം അവസാനിപ്പിക്കും, ജീവിതാവസാനം വരെ ഈ ജനിച്ച മണ്ണിൽ അലിഞ്ഞു ചേരുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് പൗരത്വ ഭേദഗതി നിയമം അറബിക്കടലിൽ എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇന്ത്യൻ യുവജന പ്രസ്ഥാനം ഡിവൈഎഫ്ഐയുടെ അഖിലേന്ത്യാ ഉപാധ്യക്ഷനും മലപ്പുറം ലോകസഭാ മണ്ഡലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കരുത്തനായ യുവസാരഥി സഖാവ് വി വസീഫും ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി സഖാവ് വി കെ സനോജ് നയിച്ചുകൊണ്ട് എൽഡിവൈഎഫിന്റെ നൈറ്റ് മാർച്ചാണ് ഈ വാഹനത്തിന്റെ തൊട്ടുപിറകിലായിക്കൊണ്ട് വർഗീയ കോമരങ്ങൾക്ക് താക്കീതിന്റെ സ്വരം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കടന്നു വരുന്നത്. ആശീർവദിക്കുക പ്രിയമുള്ളവരെ, അഭിവാദ്യങ്ങൾ അർപ്പിക്കുക. ഇന്ത്യയുടെ മഹത്തരമായ മതനിരപേക്ഷ പൈതൃകങ്ങൾക്ക് മേൽ വർഗീയത കൊണ്ട് നേതൃത്വം നൽകി ഇന്ത്യൻ ജനതയ്ക്ക് മുന്നിൽ പൗരത്വത്തെ പോലും മതാടിസ്ഥാനത്തിൽ നിർവഹിക്കാനൊരുങ്ങുന്ന മോദി ഭരണം കൊണ്ട് അനീതിയുടെ വിളഭൂമിയായി മാറ്റുന്ന ഇന്ത്യയുടെ മണ്ണിൽ ജനങ്ങൾക്കിടയിൽ വംശീയ ഭ്രാന്ത് പടർത്തി അധികാര കസേരയുറപ്പിക്കാൻ വെമ്പൽ കൊള്ളുന്ന നെറികേടിന്റെ മോദി പരിഷ്കാരങ്ങൾക്ക് പൗരത്വ നിയമം അറബിക്കടലിൽ എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഏറനാടിന്റെ ആസ്ഥാന നഗരിയിലൂടെ മഞ്ചേരിയുടെ മണ്ണിലൂടെ ഇതാ ഇന്ത്യൻ യുവജന പ്രസ്ഥാനം ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന അധ്യക്ഷനും മലപ്പുറം ലോകസഭാ മണ്ഡലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കരുത്തനായ യുവസാരഥിയുമായ സഖാവ് വി വസീഫും ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി സഖാവ് വി കെ സനോജ് നയിക്കുന്ന നൈറ്റ് മാർച്ചാണ് ഈ വാഹനത്തിന്റെ തൊട്ടുപിറകിലായിക്കൊണ്ട് സംഘപരിവാര അജണ്ടകൾക്ക് താക്കീതിന്റെ സ്വരം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മലയാളത്തിന്റെ മണ്ണില്, ഇന്ത്യയുടെ മണ്ണില് സംഘപരിവാരന്റെ അജണ്ടകൾ നടപ്പിലാക്കാൻ അനുവദിക്കില്ല എന്ന് ചൈശ്വര്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഈ വാഹനത്തിന്റെ തൊട്ടുപിറകിലായിക്കൊണ്ട് ഇന്ത്യൻ യുവജന പ്രസ്ഥാനം ഡിവൈഎഫ്ഐയുടെ അഖിലേന്ത്യാ ഉപാധ്യക്ഷനും മലപ്പുറം ലോകസഭാ മണ്ഡലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കരുതനായ സാരഥിയുമായ സഖാവ് വി വസീഫ് ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി സഖാവ് വി കെ സനോജ് നയിക്കുന്ന നൈറ്റ് മാർച്ചാണ് ഈ വാഹനത്തിന്റെ തൊട്ടുപിറകിലായിക്കൊണ്ട് ഏർനാടിന്റെ ആസ്ഥാന നഗരിയിലൂടെ മഞ്ചേരി പട്ടണത്തിലേക്ക് കടന്നു വരുന്നത്. ആശീർവദിക്കുക പ്രിയമുള്ളവരെ, അണിനിരക്കുക. ജാതി മത വർണ്ണ വർഗ വ്യത്യാസങ്ങളില്ലാതെ ഒരൊറ്റ ജനതയായി പൂർവികർ നേടിയെടുത്ത ഇന്ത്യൻ സ്വാതന്ത്ര്യവും മതനിരപേക്ഷ മൂല്യങ്ങളും ഇന്ത്യൻ ഭരണഘടനയെ തന്നെ വികൃതമാക്കി രാജ്യത്തെ ജനങ്ങളെ വിഭജിക്കാൻ വേണ്ടി സംഘപരിവാർ തുനിഞ്ഞിറങ്ങി രാജ്യത്തെ ജനങ്ങളുടെ പൗരത്വ പോലും മതാടിസ്ഥാനത്തിൽ വിഭജിക്കാൻ ശ്രമിക്കുന്ന സംഘപരിവാര അജണ്ടകൾക്ക് മുന്നിൽ താക്കീതിന്റെ സ്വരം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇന്ത്യൻ യുവജന പ്രസ്ഥാനം ഡിവൈഎഫ്ഐയുടെ അഖിലേന്ത്യാ ഉപാധ്യക്ഷനും മലപ്പുറം ലോകസഭാ മണ്ഡലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കരുത്തനായ സാരഥിയുമായ സഖാവ് വി വസീഫ് നയിക്കുന്ന നൈറ്റ് മാർച്ചാണ് ഈ വാഹനത്തിന്റെ തൊട്ടുപിറകിലായി കൊണ്ട് കടന്നു വരുന്നത്. ആശീർവദിക്കുക പ്രിയമുള്ളവരെ, അനുമോദിക്കുക, അണിനിരക്കുക. ഈ മണ്ണിൽ ഹിന്ദുവും
മുസൽമാനും ക്രൈസ്തവനും ഒരൊറ്റ സോദര പോലെ ജീവിക്കുന്ന മലയാളത്തിന്റെ മണ്ണിലേക്ക് വിഭജനത്തിന്റെ തന്ത്രങ്ങളുമായി ഭരണഘടനയെ വെല്ലുവിളിച്ചു നീതി നിഷേധത്തിന്റെ വാക്താക്കളായി സംഘപരിവാരവും മോഡി ഗവൺമെന്റും കടന്നു വന്നാൽ അതിനെതിരിൽ ശക്തമായ പ്രതിരോധം തീർത്ത് മാനവികത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കടന്നു വരുന്നുവെന്ന് ഉത്തേജനം പ്രഖ്യാപിച്ചുകൊണ്ട് ബാനറിന് തൊട്ടുപിറകിലായി നിൽക്കുന്ന പന്തമില്ലാത്ത മുഴുവൻ സഖാക്കളും പിറകിലേക്ക് മാറി നിൽക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ബാനറിന് തൊട്ടുപിറകിലായി നിൽക്കുന്ന പന്തമില്ലാത്ത മുഴുവൻ സഖാക്കളും പിറകിലേക്ക് മാറി നിൽക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഈ മണ്ണിൽ ഹിന്ദുവും മുസൽമാനും ക്രൈസ്തവനും സോദര പോലെ ജീവിക്കുന്ന മലയാളത്തിന്റെ മണ്ണിലേക്ക് വിഭജനത്തിന്റെ തന്ത്രങ്ങളുമായി ഭരണഘടനയെ വെല്ലുവിളിച്ചു നീതി നിഷേധത്തിന്റെ വാക്താക്കളായി സംഘപരിവാരവും മോഡി ഗവൺമെന്റും കടന്നു വന്നാൽ വരുന്നവന്റെ നിയമങ്ങൾക്കും വരുന്നവനും മതനിരപേക്ഷതയുടെ മലയാളത്തിന്റെ മണ്ണിൽ ഇടമില്ല. പൗരത്വ നിയമത്തിന് അറബിക്കടലിലാണ് ഇടമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്ത്യൻ യുവജന പ്രസ്ഥാനം ഡിവൈഎഫ്ഐയുടെ അഖിലേന്ത്യാ ഉപാധ്യക്ഷനും മലപ്പുറം ലോകസഭാ മണ്ഡലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കരുത്തനായ യുവസാരഥി സഖാവ് വി വസീഫും ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി സഖാവ് വി കെ സനോജ് നയിക്കുന്ന നൈറ്റ് മാർച്ച് ഏറനാടിന്റെ ആസ്ഥാന നഗരിയിലൂടെ കടന്നു വരികയാണ്. ആശീർവദിക്കുക പ്രിയമുള്ളവരെ, അഭിവാദ്യങ്ങൾ അർപ്പിക്കുക, അണിനിരക്കുക. ഹിന്ദുവും മുസൽമാനും ക്രൈസ്തവനും സിഖും പായ്സിയും ജൈനനും ബുദ്ധനും മതമുള്ളവനും മതമില്ലാത്തവനും ഒരു അമ്മ പെറ്റ മക്കളെ പോലെ ജീവിക്കുന്ന അവകാശങ്ങളും സ്വാതന്ത്ര്യമുള്ള ഇന്ത്യ എന്ന ലോകം കണ്ട ഏറ്റവും വലിയ ജനാധിപത്യ മതനിരപേക്ഷതയുടെ മണ്ണിൽ പള്ളി മുനാരങ്ങളിലെ വാങ്കുളികളും അമ്പല ഗോപുരങ്ങളിലെ ശങ്കുളിയും പള്ളിമേടുകളിലെ മണിനാദങ്ങളും ഒരുമിച്ച് കേട്ടുണരുന്ന ഭാരതത്തിന്റെ മണ്ണോ, ഭാരതത്തിന്റെ മണ്ണിൽ ജാതിയുടെ വർണ്ണവർഗ ലിംഗങ്ങളുടെ വേർതിരിവുകളില്ലാതെ മാനവികതയും മനുഷ്യ സ്നേഹവും കൊണ്ട് മണിമാളികകൾ പണിതുകൊണ്ട് വ്യത്യസ്ത ഭാഷകളും സംസ്കാരങ്ങളും വേഷങ്ങളും ഭക്ഷണങ്ങളും തുടങ്ങി വൈവിധ്യപൂർണമായി ഇന്ത്യയുടെ മണ്ണിൽ ഒരുമിച്ചൊന്നായി ജീവിക്കുന്ന ഇന്ത്യയുടെ മക്കൾക്ക് മുന്നിൽ പ്രിയമുള്ളവരെ, മതത്തിന്റെ അടിസ്ഥാനത്തിൽ ജനങ്ങളെ വിഭജിക്കാൻ ശ്രമിക്കുന്ന സംഘപരിവാര അജണ്ടകൾക്ക് മുന്നിൽ ഇന്ത്യൻ ജനത മുട്ടുമടക്കില്ല എന്ന് ചൈതന്യം പ്രഖ്യാപിച്ചുകൊണ്ട് പ്രിയമുള്ളവരെ, ഇന്ത്യൻ യുവജന പ്രസ്ഥാനം ഡിവൈഎഫ്ഐയുടെ അഖിലേന്ത്യാ ഉപാധ്യക്ഷനും മലപ്പുറം ലോകസഭാ മണ്ഡലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കരുത്തനായ സാരഥിയുമായ സഖാവ് വി വസീഫ് നയിക്കുന്ന നൈറ്റ് മാർച്ച് ഈ വാഹനത്തിന്റെ തൊട്ടുപിറകിലായി കൊണ്ട് കടന്നു വരികയാണ്. ആശീർവദിക്കുക പ്രിയമുള്ളവരെ, അണിനിരക്കുക. ജാതിമത വർണ്ണവർഗ വ്യത്യാസങ്ങളില്ലാതെ ഒരൊറ്റ ജനതയായി പൂർവികർ നേടിയെടുത്ത സ്വാതന്ത്ര്യവും മതനിരപേക്ഷ മൂല്യങ്ങളും ഇന്ത്യൻ ഭരണഘടനയെ തന്നെ പോലും വികൃതമാക്കിക്കൊണ്ട് രാജ്യത്തെ ജനങ്ങളെ വിഭജിക്കാൻ വേണ്ടി തുനിഞ്ഞിറങ്ങുന്ന സംഘപരിവാര ആശയങ്ങൾക്ക് മേൽ ഭരണം കൈയാളുന്ന നരേന്ദ്രമോദി സർക്കാരിനെതിരിൽ LDYF സംഘടിപ്പിക്കുന്ന പ്രൗഢോജ്വലമായിട്ടുള്ള നൈറ്റ് മാർച്ചാണ് ഈ വാഹനത്തിന്റെ തൊട്ടുപിറകിലായി കൊണ്ട് കടന്നു വരുന്നത്. ഇന്ത്യൻ യുവജന പ്രസ്ഥാനം ഡിവൈഎഫ്ഐയുടെ അഖിലേന്ത്യാ ഉപാധ്യക്ഷനും മലപ്പുറം ലോകസഭാ മണ്ഡലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കരുത്തനായ യുവസാരഥി സഖാവ് വി വസീഫും ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി സഖാവ് വി കെ സനോജ് നയിച്ചുകൊണ്ടുള്ള നൈറ്റ് മാർച്ചാണ് ഈ വാഹനത്തിന്റെ തൊട്ടുപിറകിലായി കൊണ്ട് കടന്നു വരുന്നത്. ആശീർവദിക്കുക പ്രിയമുള്ളവരെ, അണിനിരക്കുക. ഭരണഘടനയുടെ അടിസ്ഥാന മൂല്യങ്ങളെയും പൗരത്വ ഭേദഗതി നിയമം നടത്തിക്കടലിൽ മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് എന്തെങ്കിലും തുറന്നുള്ള യുവജന വിപ്ലവമായ ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ LDYFന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച അത്യുജ്വലമായ ബഹുജന റാലിഗത ഈ വെടിത്താരകളെ ധന്യമാക്കിക്കൊണ്ട് ഇതുവഴി കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ജനാധിപത്യം വെറും കെട്ടുകഥയായി മാറിക്കൊണ്ടിരിക്കുന്ന സമകാലിക ഭാരതത്തിൽ
നമ്മുടെ നാടിന്റെ ഐക്യവും സാഹോദര്യവും തകർത്തുകൊണ്ട് നാനാത്വത്തിൽ ഏകത്വം എന്ന ആശയത്തെ തകിടം മറിച്ച് ഇന്ത്യ ഹിന്ദി ഹിന്ദുസ്ഥാൻ എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യയിൽ അമിതാധികാര വാഴ്ച അടിച്ചേൽപ്പിക്കാൻ മോഡി അമിത്ഷാ കൂട്ടുകെട്ട് ശ്രമിക്കുമ്പോൾ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരിൽ ശക്തമായ ചെറുത്തുനിൽപ്പ് അനിവാര്യമാണെന്ന മുദ്രാവാക്യവുമായി പൊരുതുന്ന യുവജന വിപ്ലവ പ്രസ്ഥാനങ്ങളായ LDYFന്റെ നേതൃത്വത്തിൽ പ്രയാണം ആരംഭിച്ച നൈറ്റ് മാർച്ച് ചരിത്രമുറങ്ങുന്ന മഞ്ചേരി പട്ടണത്തിന്റെ രാജ്യവീതിയെ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് ഇതുവഴി കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. സ്വാതന്ത്ര്യത്തിന്റെ ശോണാഭമായ വടിത്താരകളിൽ രക്തസാക്ഷിത്വത്തിന്റെ മഹത്യാഗം കൊണ്ട് അടയാളപ്പെടുത്തിയ ധീര ഭഗത് സിംഗും രാജ്ഗുരുവും സുഖദേവും ചന്ദ്രശേഖർ ആസാദും കർത്താ സിംഗ് സരഭയും ഉദ്ധം സിംഗും വാരിയൻ കുന്നത്ത് കുഞ്ഞഹമ്മദാജിയും അടക്കമുള്ള ധീരദേശാഭിമാനികൾ പകർന്നു നൽകിയ സമരാവേശം സ്ഥിരകളുടെ ആവേശമായി ഉൾക്കൊണ്ടുകൊണ്ട് പൗരത്വ ഭേദഗതി നിയമം അറബിക്കടലിൽ എന്ന മുദ്രാവാക്യവുമായി LDYFന്റെ നേതൃത്വത്തിലുള്ള അത്യുജ്വലമായ നൈറ്റ് മാർച്ച് ചരിത്രമുറങ്ങുന്ന മഞ്ചേരി പട്ടണത്തിന്റെ രാജ്യവീഥികളെ ധന്യമാക്കിക്കൊണ്ട് ഇതുവഴി കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. മതേതര രാഷ്ട്രത്തിന്റെ അടിസ്ഥാന മൂല്യങ്ങളെ ഫാസിസ്റ്റ് ചിന്താഗതികൾ കൊണ്ട് കോച്ചു വിലങ്ങിടാൻ ശ്രമിക്കുന്ന കാവിപ്പട മുണ്ടുപൊക്കി നോക്കിയും ശിരോവസ്ത്രം നോക്കിയും പൗരത്വം നൽകുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ നാടിനെ മാറ്റിമറിക്കുമ്പോൾ അരുതെന്ന് കൈചൂണ്ടി ഗർജിക്കാൻ കരുത്തു കാട്ടുന്ന യുവജന വിപ്ലവ പ്രസ്ഥാനമായ LDYFന്റെ നേതൃത്വത്തിലുള്ള അത്യുജ്വലമായ നൈറ്റ് മാർച്ച് മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും ജനവിധി തേടുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി DYFയുടെ സംസ്ഥാന പ്രസിഡന്റ് സഖാവ് V വസീഫിന്റെയും DYFയുടെ സംസ്ഥാന സെക്രട്ടറി സഖാവ് സനോജിന്റെയും നേതൃത്വത്തിൽ ആയിരങ്ങൾ അണിനിരക്കുന്ന നൈറ്റ് മാർച്ച് മഞ്ചേരി പട്ടണത്തിന്റെ രാജ്യവീഥിയിലൂടെ കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അഭിപ്രായ സ്വാതന്ത്ര്യത്തിനും വിമർശനോന്മുഖ നിലപാടിനുമെതിരിൽ ആയുധം കൊണ്ട് നിശബ്ദത തീർക്കാൻ ശ്രമിക്കുന്ന സംഘപരിവാർ RSS ശക്തികൾക്കും ഭരണകൂട ഭീകരതയുടെ തോക്കിനും ലാത്തിക്കും മുമ്പിൽ അടിച്ചമർത്താനും തകർക്കാനും കഴിയില്ല ഞങ്ങളുടെ പോരാട്ട വീര്യത്തെ എന്ന ഉജ്ജ്വലമായ മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പൗരത്വ ഭേദഗതി നിയമം അറബിക്കടലിൽ എന്ന പ്രഖ്യാപനവുമായി ഇന്ത്യയിലെ പൊരുതുന്ന യുവജന വിപ്ലവ പ്രസ്ഥാനങ്ങളായ LDYFന്റെ നേതൃത്വത്തിലുള്ള നൈറ്റ് മാർച്ച് ഈ വെടിത്താരകളെ ധന്യമാക്കിക്കൊണ്ട് ഇതുവഴി കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിലെ പൊരുതുന്ന യുവജന വിപ്ലവ പ്രസ്ഥാനമായ DYFയുടെ സംസ്ഥാന അധ്യക്ഷൻ മലപ്പുറം ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി സഖാവ് V വസീഫിന്റെയും DYFയുടെ സംസ്ഥാന സെക്രട്ടറി സഖാവ് VK സനോജിന്റെയും നേതൃത്വത്തിലുള്ള അത്യുജ്വലമായ നൈറ്റ് മാർച്ച് ചരിത്രമുറങ്ങിക്കിടക്കുന്ന സൂര്യനസ്തമിക്കാത്ത വെള്ളക്കാരന്റെ നിറതൂക്കിന് മുമ്പിൽ വിരിമാറ് കാട്ടി ജന്മനാടിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി വീരമൃത്യു വരിച്ച വാരിയൻ കുന്നത്ത് കുഞ്ഞഹമ്മദാജിയുടെ പാദപതനമേറ്റ മണ്ണിലൂടെ RSS സംഘപരിവാർ ശക്തികൾക്ക് ഉജ്ജ്വലമായ താക്കീത് നൽകി ഈ വെടിത്താരകളെ ധന്യമാക്കിക്കൊണ്ട് ഇതുവഴി കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഭരണഘടനയുടെ അടിസ്ഥാന മൂല്യങ്ങളെയും കാഴ്ചപ്പാടിനെയും പിച്ചി ചീന്തുകയാണ് BJP. വംശീയതയുടെയും മതത്തിന്റെയും പേരിൽ രാജ്യവ്യാപകമായി കോൺസെൻട്രേഷൻ ക്യാമ്പുകൾ തുറക്കുവാനുള്ള അപകടകരമായ നിയമമാണ് മോഡി സർക്കാർ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത്. പൗരത്വത്തിൽ മതം മാനദണ്ഡമാക്കുന്നത് ഇന്ത്യൻ നിയമനിർമ്മാണ ചരിത്രത്തിലെ ആദ്യ സംഭവമാണ് കൂട്ടരെ. എല്ലാ മതവിശ്വാസികളെയും ഒരു മതത്തിലും വിശ്വസിക്കാത്തവരെയും ഉൾക്കൊള്ളുന്ന മതനിരപേക്ഷ രാജ്യം എന്ന ചരിത്രത്തെ തിരുത്തി എഴുതുകയാണ് RSS സംഘപരിവാർ ശക്തികൾ. പൗരത്വ ബില്ലിലൂടെ മുസ്ലിങ്ങൾ തുല്യനീതിക്ക് അർഹതയില്ലെന്ന സന്ദേശമാണ് BJP സംഘപരിവാർ ശക്തികൾ നൽകുന്നത്. പൗരത്വ ഭേദഗതി നിയമം അറബിക്കടലിൽ എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് LDYFന്റെ നേതൃത്വത്തിലുള്ള അത്യുജ്വലമായ നൈറ്റ് മാർച്ച് ഈ വെടിത്താരകളെ ധന്യമാക്കിക്കൊണ്ട് ഇതുവഴി കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അനുഗ്രഹിക്കുക, ആശീർവദിക്കുക, അഭിവാദ്യങ്ങളും അനുമോദനത്തിന്റെ പൂച്ചെണ്ടുകളും അർപ്പിക്കുക. മതനിരപേക്ഷതയാണ് ഭരണഘടനയുടെ അടിത്തറ. എന്നാൽ പൗരത്വ ഭേദഗതി ബില്ലിലൂടെ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്നത് മതത്തിന്റെ മാത്രം അടിസ്ഥാനമുള്ള വേർതിരിവാണ്.
ഇന്ത്യൻ ഭരണഘടനയെ ഉൾക്കൊള്ളാത്തവരും മതനിരപേക്ഷതയെ അംഗീകരിക്കാത്തവരുമാണ് സംഘപരിവാരം. രാജ്യത്തിന്റെ ബഹുസ്വരതയെ തച്ചു തകർത്ത് മതരാഷ്ട്രം കെട്ടിപ്പടുക്കാൻ അധികാരത്തിന്റെയും അംഗബലത്തിന്റെയും മുമ്പിൽ ഭരണഘടനാ വിരുദ്ധ നിയമങ്ങൾ ജനങ്ങൾക്ക് മേൽ അടിച്ചേൽപ്പിക്കുമ്പോൾ അരുതെന്ന് കൈചൂണ്ടി ഗർജിച്ചുകൊണ്ട് ഇന്ത്യയിലെ പൊരുതുന്ന യുവജന വിപ്ലവ പ്രസ്ഥാനമായ ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ എൽഡിവൈഎഫിന്റെ നേതൃത്വത്തിലുള്ള അത്യുജ്വലമായ നൈറ്റ് മാർച്ച് ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന പ്രസിഡന്റും മലപ്പുറം ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥിയുമായ സഖാവ് വി വസീഫിന്റെയും ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി സഖാവ് VK സനോജിന്റെയും നേതൃത്വത്തിൽ ഈ വെടിത്താരകളെ ധന്യമാക്കിക്കൊണ്ട് ഇതുവഴി കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അനുഗ്രഹിക്കുക, ആശീർവദിക്കുക, അഭിവാദ്യങ്ങളും അനുമോദനത്തിന്റെ പൂച്ചെണ്ടുകളും അർപ്പിക്കുക. അറിയണം, നാം ഒരുമ കൊണ്ട് പെരുമ തീർത്ത് മുന്നേറുന്ന ജനതയ്ക്ക് ചരിത്രം രചിക്കാനാവൂ. അടങ്ങാത്ത വീറിന്റെ ഒടുങ്ങാത്ത വാശിയുടെ ഉണർത്തുപാട്ടുമായി ഇന്ത്യയിലെ പൊരുതുന്ന യുവജന വിപ്ലവ പ്രസ്ഥാനങ്ങളായ LDYFന്റെ നേതൃത്വത്തിൽ പൗരത്വ ഭേദഗതി നിയമം അറബിക്കടലിൽ എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള അത്യുജ്വലമായ നൈറ്റ് മാർച്ച് ഈ വെടിത്താരകളെ ധന്യമാക്കിക്കൊണ്ട് ഇതുവഴി കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അനുഗ്രഹിക്കുക, ആശീർവദിക്കുക, അഭിവാദ്യങ്ങളും അനുമോദനങ്ങളും അർപ്പിക്കുക. മതാന്ധത ബാധിച്ച ഭരണകൂടമേ, നിങ്ങൾ അറിയണം, ബ്രിട്ടീഷ് ആധിപത്യത്തെ കെട്ടുകെട്ടിച്ചവരുടെ പിന്മുറക്കാരാണിതെന്ന് ചരിത്രം ആവർത്തിക്കും. സ്വന്തം ജനതയെ അരക്ഷിതരാക്കി അടക്കി ഭരിച്ച സ്വേച്ഛാധിപതികൾ തെരുവോരത്തെ വിളക്കുകാലുകളിൽ തൂങ്ങിയാടിയിട്ടുണ്ട്, അല്ലെങ്കിൽ ബങ്കറുകളിൽ ഒടുങ്ങി അവസാനിച്ചിട്ടുണ്ട്. ചരിത്രം ആവർത്തനത്തിന്റേതാണ്. അറിയില്ലേ, എത്രയെത്ര ചെറു സംഘങ്ങൾ പോർമുഖങ്ങളിൽ വൻശക്തികളെ മുട്ടുകുത്തിച്ചിട്ടുണ്ട്. സർവാധിപത്യത്തിനെതിരിൽ പൊരുതിയ മാധവൻ നായരുടെയും ആലി മുസ്ലിയാരുടെയും വാരിയൻ കുന്നത്ത് കുഞ്ഞഹമ്മദാജിയുടെയും മോഴിക്കുന്നത്ത് ബ്രഹ്മദത്തൻ മമ്പൂതിരിപ്പാടിന്റെയും സ്മരണകളിൽ സ്ഥിരകളിൽ വിപ്ലവാവേശത്തിന്റെ തീക്കണരായി ജ്വലിപ്പിച്ചുകൊണ്ട് ഇന്ത്യയിലെ പൊരുതുന്ന യുവജന വിപ്ലവ പ്രസ്ഥാനമായ ഡിവൈഎഫ്ഐയുടെയും LDYFന്റെയും നേതൃത്വത്തിലുള്ള അത്യുജ്വലമായ നൈറ്റ് മാർച്ച് ഈ വെടിത്താരയെ ധന്യമാക്കിക്കൊണ്ട് കടന്നു വന്നുകൊണ്ടിരിക്കുന്നു. ഇൻകുലാബ് സിന്ദാബാദ്, പ്രതിഷേധ റാലി സിന്ദാബാദ്. NRCയും CAAയും NRCയും CABയും ഭാരത മണ്ണിൽ വേണ്ടേ വേണ്ട, ഭാരത മണ്ണിൽ വേണ്ടേ വേണ്ട. കരിനിയമങ്ങൾ തുലയട്ടെ, കരിനിയമങ്ങൾ തുലയട്ടെ. ഈ ജോല തീജോല, ഈ ജോല തീജോല, ആളിപ്പടരും തീജോല, ആളിപ്പടരും തീജോല, നീളെ പടരും തീജോല, നീളെ പടരും തീജോല. പ്രതിഷേധത്തിൻ തീജോലകളിൽ, പ്രതിഷേധത്തിൻ തീജോലകളിൽ മോഡി സർക്കാർ തുലയട്ടെ, മോഡി സർക്കാർ തുലയട്ടെ. വർഗീയ സർക്കാർ വീഴട്ടെ, വർഗീയ സർക്കാർ വീഴട്ടെ. പ്രതിഷേധ റാലി സിന്ദാബാദ്, പ്രതിഷേധ റാലി സിന്ദാബാദ്. ഈ സമരം ജീവിത സമരം, ഈ സമരം ജീവിത സമരം.
ജീവിത സമര പോരാട്ടത്തെ പിന്തുണക്കുക നാട്ടാരെ. NRC-യും CAA-യും അറബിക്കടലിൽ ഭയപ്പെടില്ല, നാടുവിടില്ല. സംഘികളെ ഇത് ഓർത്തോളൂ. പിറന്ന നാട്ടിൽ ആറടി മണ്ണിൽ അലിഞ്ഞു ചേരും കട്ടായം. ഹിന്ദുവെന്ന് മുസൽമാനെന്ന് നാടിനെ വെട്ടിമുറിക്കുമ്പോൾ ഒരുമയാകും ഒരു മനമാകും. ഒന്നാണ് ഈ നാട്. വെള്ളക്കാരുടെ ചെരുപ്പ് നക്കി മുട്ടിലിടഞ്ഞൊരു സംഘികളെ അവരുടെ തോക്കിന് തൂക്കുമരത്തിന് തോറ്റുകൊടുത്തവരല്ല ഞങ്ങൾ. ഞങ്ങളുടെ പൂർവികർ ചോര കൊടുത്ത് ചുവന്നതാണ് ഈ മണ്ണെങ്കിൽ ഞങ്ങൾ ഈ മണ്ണിൽ ജീവിച്ചിടും. ഇവിടെ തന്നെ വീണു മരിക്കും. ഞങ്ങളുടെ വിയർപ്പ് തുള്ളികൾ കൊണ്ട് വളർന്നതാണ് ഈ നാടെങ്കിൽ ഇവിടെ തന്നെ മരണം വരെയും ജീവിക്കും. ഭയപ്പെടില്ല, നാടുവിടില്ല. സംഘികളെ ഇത് ഓർത്തോളൂ. സകല പ്രകടനമായി വരുന്ന സഖാക്കൾ ഹൈമാസ് ലൈറ്റിനെ ചുറ്റി ഈ പ്രസംഗപീഠം ഇരിക്കുന്നതിന്റെ വലതുവശത്തായിട്ട് അണിനിരക്കണം. പ്രകടനമായിട്ട് ഇനി വരുന്ന സഖാക്കൾ ഹൈമാസ് ലൈറ്റിനെ ചുറ്റി വേദിക്ക് വലതുവശത്തായിട്ട് അണിനിരക്കണം. പ്രിയപ്പെട്ട സഖാക്കളെ, ഇന്ത്യ രാജ്യത്ത് ലോകസഭാ തിരഞ്ഞെടുപ്പ് അടുക്കുന്ന വേളയിൽ ജനങ്ങളുടെ ജീവിതത്തെയാകെ ദുസ്സഹമാക്കിക്കൊണ്ട് ഈ രാജ്യത്തിന്റെ പൈതൃകത്തെ മുഴുവൻ ചുട്ടരിച്ചുകൊണ്ട് ഇന്ത്യയുടെ ഭരണഘടനയെ തകർത്തെറിഞ്ഞുകൊണ്ട് തുല്യതയെ എടുത്തുകളഞ്ഞുകൊണ്ട് ജനങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കുന്നതിന് വേണ്ടി NRC-യും CAA-യും നടപ്പിലാക്കിക്കൊണ്ട് കേന്ദ്രം വാഴുന്ന RSSന്റെ ഗവൺമെന്റ് നേതൃത്വം കൊടുത്തിരിക്കുകയാണ്. അതിനെതിരെ NRC-യുടെയും CAA-യുടെയും ഒക്കെ തന്നെ ആലോചന നടക്കുന്ന ഘട്ടത്തിൽ തന്നെ ഐതിഹാസികമായിട്ടുള്ള പോരാട്ടങ്ങൾക്ക് ഈ രാജ്യത്തിന്റെ തെരുവീഥികളിൽ നേതൃത്വം കൊടുത്ത ഇടതുപക്ഷ യുവജന സംഘടനകളുടെ നേതൃത്വത്തിൽ തന്നെയാണ് ഈ സമയത്തും ഈ രാജ്യത്തിനകത്ത് വലിയ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കപ്പെടുന്നത്. ഇന്നിവിടെ ഈ മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിന്റെ ഭാഗമായി നിൽക്കുന്ന മഞ്ചേരി നിയോജക മണ്ഡലത്തിനകത്ത് LDYF-ന്റെയും പൊതുജനങ്ങളുടെയും ബഹുജനങ്ങളുടെയും ഒക്കെ തന്നെ നേതൃത്വത്തിൽ ഈ രാജ്യം തകർന്നു കാണരുതെന്ന് ആഗ്രഹിക്കുന്ന, ഈ രാജ്യത്തിന്റെ മതനിരപേക്ഷതയും ഈ രാജ്യത്തിന്റെ ഭരണഘടനയും തകർന്നു കാണരുതെന്ന് ആഗ്രഹിക്കുന്ന ജനാവലിയാണ് ഇവിടെ ഈ മഞ്ചേരിയുടെ ഹൃദയസ്ഥാനത്ത് ഈ പരിപാടിയുടെ ഭാഗമായി സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പരിപാടിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്
ഈ മണ്ഡലത്തിനകത്ത് നമ്മുടെയൊക്കെ തന്നെ സ്ഥാനാർത്ഥിയായി ഈ രാജ്യത്തിനകത്തെ മതനിരപേക്ഷത ചോദ്യം ചെയ്യപ്പെടുന്ന വേളയിൽ അതിനെതിരെയൊക്കെ തന്നെ നിരവധിയായിട്ടുള്ള സമരമുഖങ്ങളിൽ ജ്വലിച്ചു നിൽക്കുന്ന ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന പ്രസിഡന്റും ഈ മണ്ഡലത്തിനകത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന സഖാവ് വി വസീഫാണ്. അതുപോലെ തന്നെ ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള സഖാവ് വി കെ സനോജ് ഈ പരിപാടിയുടെ ഭാഗമായിട്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഈ സഖാക്കളെ നിങ്ങൾക്ക് ഏവർക്കും വേണ്ടി മഞ്ചേരിയുടെ ജനാബലിക്ക് വേണ്ടി ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഡിവൈഎഫ്ഐയുടെ ജില്ലാ സെക്രട്ടറി സഖാവ് ശ്യാം പ്രസാദ്, ജില്ലാ പ്രസിഡന്റ് സഖാവ് ഷബീർ തുടങ്ങി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന AYF-ന്റെ നേതാക്കന്മാർ, അതുപോലെ തന്നെ നിരവധിയായിട്ടുള്ള ഇടതുപക്ഷ യുവജന സംഘടനകളുടെ നേതാക്കന്മാർ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നുണ്ട്. മുഴുവൻ ആളുകളെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഇതിന്റെ അധ്യക്ഷത അലങ്കരിക്കുന്നതിന് വേണ്ടി ഡിവൈഎഫ്ഐയുടെ ബ്ലോക്ക് പ്രസിഡന്റ് ആയിട്ടുള്ള സഖാവ് ജസീറിനോട് അഭ്യർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട സഖാക്കളെ, ഈ നൈറ്റ് മാർച്ചിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി സഖാവ് വി കെ സനോജ് സംസാരിക്കും. അതിനുവേണ്ടി അദ്ദേഹത്തെ ക്ഷണിക്കുകയാണ്. ഈ യോഗത്തിന്റെ പ്രിയപ്പെട്ട അധ്യക്ഷൻ, ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മലപ്പുറം പാർലമെന്റ് മണ്ഡലം സ്ഥാനാർത്ഥിയും ഡിവൈഎഫ്ഐയുടെ അഖിലേന്ത്യാ ഉപാധ്യക്ഷനും സംസ്ഥാന അധ്യക്ഷനുമായിട്ടുള്ള സഖാവ് വി വസീഫ്, ഇടതുപക്ഷ യുവജന പ്രസ്ഥാനങ്ങളുടെ സമുന്നതരായ നേതാക്കൾ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഇടതുപക്ഷ യുവജന സംഘടനകളുടെ നേതൃത്വത്തിൽ ഇങ്ങനെയൊരു നൈറ്റ് മാർച്ച് സംഘടിപ്പിക്കാൻ ഇടയായ രാഷ്ട്രീയ സാഹചര്യം സംബന്ധിച്ച് ഇവിടെ വിശദീകരിച്ചു കഴിഞ്ഞു. മലപ്പുറത്ത് മാത്രമല്ല, നാടിന്റെ നാനാഭാഗത്തും രാജ്യത്തിന്റെ വിവിധയിടങ്ങളിൽ ഇടതുപക്ഷം അതിശക്തമായ പ്രതിരോധമാണ് നമ്മുടെ നാടിനെ ഭിന്നിപ്പിക്കുന്ന, നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടനയെ വെല്ലുവിളിക്കുന്ന സംഘപരിവാരത്തിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ രാജ്യം നൂറ്റാണ്ടുകൾ നീണ്ടുനിന്ന വൈദേശിക ആധിപത്യത്തിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടി നാനാവിഭാഗം ആളുകൾ ചേർന്ന് നടത്തിയിട്ടുള്ള ഉജ്ജ്വലമായ പോരാട്ടത്തിന്റെ ചോരകനിയുന്ന അധ്യായങ്ങൾ നമ്മൾ മറന്നിട്ടില്ല. ഇന്നിപ്പോ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള RSS നിയന്ത്രിക്കുന്ന ഭരണ സംവിധാനം പറയുന്നത് ഈ രാജ്യം ഒരു ഹിന്ദുത്വ റിപ്പബ്ലിക്കാക്കി മാറ്റും എന്നതാണ്. ഈ രാജ്യം പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു മതത്തിന്റെ പേരിൽ അറിയപ്പെടണമെന്ന് ദേശീയ പ്രസ്ഥാനത്തിന്റെ സമുന്നതരായ നേതൃത്വം ഒരു കാലത്തും ആഗ്രഹിച്ചിരുന്നില്ല. ഈ രാജ്യത്തെ ജനാധിപത്യ വിശ്വാസികൾ ഒരു കാലത്തും ആഗ്രഹിച്ചിരുന്നില്ല. പക്ഷെ ഇപ്പോഴിതാ നമ്മുടെ രാജ്യത്തെ ഒരു മത റിപ്പബ്ലിക്കാക്കി മാറ്റാനുള്ള അങ്ങേയറ്റം അപകടകരമായ നീക്കമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആ നീക്കത്തിനെതിരായി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഉയർന്നു വരുന്ന ശബ്ദങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള അങ്ങേയറ്റത്തെ ജനാധിപത്യ വിരുദ്ധമായ നീക്കത്തിന് രാജ്യത്തുടനീളം നമ്മൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോ നമ്മൾ ഇവിടെ സമ്മേളിക്കുമ്പോ രാജ്യത്തിന്റെ തലസ്ഥാന നഗരിയിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ ഇന്ത്യയുടെ ഭരണകൂടം പിടിച്ച് ജയിലിലിട്ടിരിക്കുകയാണ്. എന്താണ് അരവിന്ദ് കെജ്രിവാൾ ചെയ്ത കുറ്റം? എതിർപ്പിന്റെ സ്വരവുമായി ആരെല്ലാം കടന്നു വന്നാലും അവരെയെല്ലാം ഞങ്ങൾ ഇങ്ങനെ ജയിലിലടച്ചില്ലാതാക്കും എന്ന പ്രഖ്യാപനമാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ രാജ്യം ഒറ്റക്കെട്ടായി പ്രഖ്യാപിക്കുകയാണ്, സംഘപരിവാരത്തിന്റെ ഈ അപകടകരമായ നീക്കത്തെ എന്തു വില കൊടുത്തും പ്രതിരോധിക്കുമെന്നാണ് ഡിവൈഎഫ്ഐ ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ സംഘടന ഉൾപ്പെടെയുള്ള പ്രസ്ഥാനങ്ങൾ രാജ്യത്തുടനീളം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ പൗരത്വത്തിന്റെ അടിസ്ഥാനം മതമായിട്ട് മാറ്റുകയാണ്. നമ്മുടെ രാജ്യം ഒരിക്കലും പൗരത്വത്തിന്റെ അടിസ്ഥാനം മതമാണ് എന്ന് പ്രഖ്യാപിച്ചിരുന്നില്ല. എന്നാൽ ഇതാ 2019 അവതരിപ്പിച്ച പൗരത്വ ഭേദഗതി നിയമത്തിൽ കൂടി നമ്മുടെ രാജ്യത്തിന്റെ പൗരത്വത്തിന്റെ അടിസ്ഥാനം മതമാക്കി മാറ്റിയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ത്യ എന്ന സങ്കല്പം എങ്ങനെ രൂപം കൊണ്ടു എന്ന് ചരിത്രത്തിൽ നാം പഠിക്കേണ്ടതാണ്.
ഇന്ത്യ എന്ന സങ്കല്പം ഏതെങ്കിലും ഒരു മതത്തെ, വംശത്തെ, ഭാഷയെ, ഏതെങ്കിലും ഒരു സ്വത്വത്തെ അടിസ്ഥാനപ്പെടുത്തി രൂപീകരിക്കപ്പെട്ട ഒന്നല്ല. എങ്ങനെ രൂപപ്പെട്ടു എന്ന് ചരിത്രം പരിശോധിച്ചാൽ ബ്രിട്ടീഷ് വിരുദ്ധമായിട്ടുള്ള, സാമ്രാജ്യത്വ വിരുദ്ധമായിട്ടുള്ള ഉജ്ജ്വലമായ ഒരു ആശയത്തെ മുൻനിർത്തിയിട്ടാണ് ഇന്ത്യ എന്ന സങ്കല്പം രൂപം കൊണ്ടത്. ആ ഇന്ത്യ എന്ന ദേശീയതയെ മതദേശീയതയാക്കി ചിത്രീകരിക്കാൻ ഇവിടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഉജ്ജ്വലമായ പോരാട്ടത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ നാനാജാതി മതവിഭാഗത്തിൽപ്പെട്ട, വ്യത്യസ്ത ഭാഷ സംസാരിക്കുന്ന, വ്യത്യസ്ത ഭക്ഷണ സങ്കല്പം മുന്നോട്ട് വെക്കുന്ന, വ്യത്യസ്ത മറ്റ് വൈവിധ്യങ്ങൾ ജീവിക്കുന്ന ആളുകൾ അവരെല്ലാം നടത്തിയിട്ടുള്ള ത്യാഗനിർഭരമായ പോരാട്ടത്തിന്റെ ചോര കനിയുന്ന അധ്യായം കാണാൻ വേണ്ടി കഴിയും. സാമ്രാജ്യത്വ വിരുദ്ധ സമരത്തിന്റെ ഭാഗമായി 1940 സെപ്റ്റംബർ 15 ഉജ്ജ്വലമായ പോരാട്ടം ഈ കേരളത്തിലുടനീളം നടന്നു. ആ പോരാട്ടത്തിൽ കണ്ണൂർ ജില്ലയിൽ തലശ്ശേരി ജവഹർഘട്ടിൽ 2 ചെറുപ്പക്കാർ ബ്രിട്ടീഷ് പട്ടാളത്തോട് ഏറ്റുമുട്ടി മരിച്ചു. ആ ഏറ്റുമുട്ടി മരിച്ച ഒരു ചെറുപ്പക്കാരന്റെ പേര് അബു എന്നാണ്. മറ്റൊരു ചെറുപ്പക്കാരന്റെ പേര് ചാത്തുക്കുട്ടി എന്നാണ്. അബുവും ചാത്തുക്കുട്ടിയും വ്യത്യസ്ത മതത്തിൽപ്പെട്ടവരായിരുന്നു. പക്ഷേ അവർ ഉയർത്തിപ്പിടിച്ച മുദ്രാവാക്യം, അവർ മുന്നോട്ട് വെച്ച ആശയം സാമ്രാജ്യത്വ വിരുദ്ധമായ ഒരാശയമായിരുന്നു, ബ്രിട്ടീഷ് വിരുദ്ധമായ ആശയമായിരുന്നു. ഇതൊരു അബുവിന്റെയും ചാത്തുക്കുട്ടിയുടെയും അനുഭവമല്ല. രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി സ്വാതന്ത്ര്യത്തിന്റെ ബലിക്കല്ലിൽ നിരവധിയായിട്ടുള്ള പോരാളികൾ ജാതിയും മതവും വംശവും ഒന്നും നോക്കാതെ രക്തസാക്ഷിത്വം വരിച്ചിട്ടുണ്ട് എന്ന ചരിത്രമാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുക. അങ്ങനെ ഉജ്ജ്വലമായ ചരിത്രം പിൻപറ്റുന്ന, ഉജ്ജ്വലമായ പാരമ്പര്യമുള്ള നമ്മുടെ നാടിനെ ഒരു മതദേശീയതയിലേക്ക് തളച്ചിട്ട് പൗരത്വത്തിന്റെ അടിസ്ഥാനം മതമാണ് എന്ന് ചിത്രീകരിക്കാൻ വന്നാൽ അതനുസരിക്കാൻ മടിയില്ല, അതനുസരിക്കാൻ മനസ്സില്ല എന്ന പ്രഖ്യാപനമാണ് ഞങ്ങൾ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അന്തസ്സോടെ, അഭിമാനത്തോടെ, ധൈര്യത്തോടെ ഇടതുപക്ഷം രാജ്യത്തുടനീളം അത് പ്രഖ്യാപിക്കുമ്പോ ഇവിടെ UDFന്റെ ഭാഗമായിട്ടുള്ള മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ അത്തരമൊരു നിലപാട് ധൈര്യപൂർവ്വം ഉയർത്തിപ്പിടിക്കാൻ തയ്യാറാവുന്നില്ല എന്ന ഏറ്റവും ദുഃഖകരമായ അനുഭവം നമ്മൾ കാണുകയാണ്. ഇപ്പൊ തെരഞ്ഞെടുപ്പായതുകൊണ്ട് കേരളത്തിൽ പൗരത്വ ഭേദഗതി നിയമത്തിന് അതിന് ചട്ടങ്ങൾ കൊണ്ടുവന്നപ്പോ UDFന്റെ സ്ഥാനാർത്ഥികൾ ആവേശത്തോടെ പ്രകടനം നടത്തുന്നു. ഞാനൊന്ന് ചോദിക്കട്ടെ, ഡൽഹിയിൽ കോൺഗ്രസിന് സ്വാധീനമുള്ള ഉത്തർപ്രദേശിൽ, രാജസ്ഥാനിൽ, ഛത്തീസ്ഗഡിൽ, ആസാമിൽ മറ്റെവിടെയെങ്കിലും ഒരു 100 ആളെ വെച്ചിട്ട് കോൺഗ്രസ് ഒരു പ്രകടനം നടത്തിയതിന്റെ ഒരു ചെറിയ വീഡിയോ കാണിക്കാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? ഞാൻ വെല്ലുവിളിക്കുകയാണ്. ഒരിടത്തും കോൺഗ്രസ് അങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചിട്ടില്ല. അവർക്കെല്ലാത്തിനും പരിമിതിയാണ് പോലും, ലീഗിന് പരിമിതിയാണ് പോലും. ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിന്റെ എംപിമാർ വോട്ട് ചെയ്യാതെ പാർലമെന്റിൽ നിന്നും കല്യാണത്തിന് പോയ അനുഭവം നമ്മൾ കാണുകയുണ്ടായി. പൗരത്വ ഭേദഗതി നിയമം ഉൾപ്പെടെയുള്ള കരിനിയമങ്ങൾ ഇന്ത്യയുടെ പാർലമെന്റിൽ പാസ്സാക്കുന്ന സന്ദർഭത്തിൽ അഭിമാനത്തോടെ ഇടതുപക്ഷത്തിന്റെ എംപിമാർ ഇത് തെറ്റാണ് എന്ന് ധൈര്യത്തോടെ വിളിച്ചു പറഞ്ഞപ്പോൾ രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ എന്തെടുക്കുകയായിരുന്നു എന്ന് പാർലമെന്റിന്റെ രേഖകൾ പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. പിന്നെയോ NIA ആക്ടിനകത്ത് ഭേദഗതി കൊണ്ടുവന്നു. എന്തിനാണ് ഭേദഗതി? ഇന്ത്യയുടെ ജനാധിപത്യം ഇല്ലാതാക്കാനാണ്. അരവിന്ദ് കെജ്രിവാളിനെ പോലുള്ള ആളുകളെ രാജ്യദ്രോഹിയായി ചിത്രീകരിക്കാനാണ്. പത്രപ്രവർത്തകരെ, മാധ്യമപ്രവർത്തകരെ, സാംസ്കാരിക പ്രവർത്തകരെ, നാടക പ്രവർത്തകരെ, ഇങ്ങനെ വിവിധ മേഖലയിൽ പെടുന്ന ആളുകളെ പിടിച്ച് ജയിലിടാൻ വേണ്ടിയിട്ട് NIA ആക്ടിനകത്ത് ഭേദഗതി കൊണ്ടുവന്നു. ആരുണ്ടായി അവിടെ എതിർക്കാൻ? NIA ആക്ടിനകത്ത് ഭേദഗതി കൊണ്ടുവന്നിട്ട് ഇന്ത്യയുടെ പാർലമെന്റിനെ ഭയപ്പെടുത്താൻ വേണ്ടി നോക്കിയപ്പോ കോൺഗ്രസിന്റെ എംപിമാർ, ഈ കേരളത്തിൽ നിന്ന് പോയിട്ടുള്ള 18 UDFന്റെ എംപിമാരും NIA ആക്ടിന് അനുകൂലമായി വോട്ട് ചെയ്തു എന്നാണ് പാർലമെന്റിന്റെ ചരിത്രം നോക്കിയാൽ കാണാൻ വേണ്ടി കഴിയുക. എന്നാൽ അവിടെ അഭിമാനത്തോടെ എതിർപ്പിന്റെ കരുത്തുമായി ജനാധിപത്യ ഇന്ത്യ നിലനിൽക്കേണ്ടതിന്റെ പ്രാധാന്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒരാൾ കേരളത്തിൽ നിന്നും ആ NIA ആക്ടിന് എതിരായിട്ട്, ആ ഭേദഗതിക്കെതിരായിട്ട് വോട്ട് ചെയ്തു. അയാളുടെ പേര് ആരിഫ് MP എന്നാണ്. അയാൾ പ്രതിദാനം ചെയ്യുന്ന പാർട്ടിയുടെ പേര് CPIM എന്നാണ്.
അയാൾ മത്സരിച്ച് ജയിച്ച മുന്നണിയുടെ പേര് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്നാണ്. തീർച്ചയായിട്ടും അഭിമാനത്തോടെ പറയാൻ വേണ്ടി കഴിയും, പരിമിതികളില്ലാതെ ഇന്ത്യയുടെ പാർലമെന്റിൽ ജനാധിപത്യത്തിന് വേണ്ടി, മതനിരപേക്ഷതയ്ക്ക് വേണ്ടി, ഈ രാജ്യത്തിന്റെ ഭരണഘടന നിലനിർത്താൻ ആവശ്യമായിട്ടുള്ള പോരാട്ടം നയിക്കാൻ സഖാവ് വസീഫിനെ പോലെയുള്ള ഇടതുപക്ഷത്തിന്റെ കരുത്തുറ്റ, പരിമിതികളില്ലാത്ത, ധൈര്യമുള്ള, നട്ടല്ലുറപ്പുള്ള ആളുകൾ ഇന്ത്യയുടെ പാർലമെന്റിൽ സാന്നിധ്യമായി പോവേണ്ടതുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇതൊരു ജീവൻ മരണ പോരാട്ടമാണ്. ഈ ജീവൻ മരണ പോരാട്ടത്തിൽ സംഘപരിവാരത്തിന് നാടിനെ വിട്ടുകൊടുക്കില്ല. ജീവൻ വേണമെങ്കിൽ ജീവൻ കൊടുത്തും ഞങ്ങൾ അതിനെ പ്രതിരോധിക്കുമെന്ന പ്രതിജ്ഞയാണ് പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ നമുക്കിവിടെ എടുക്കാനുള്ളത്. അതുകൊണ്ട് ഞങ്ങളാണ് സംഘപരിവാരത്തിനെതിരായി ജനാധിപത്യ ഇന്ത്യയെ നയിക്കാനെന്ന് UDF, കോൺഗ്രസ്, ലീഗ് പറഞ്ഞാൽ ഞങ്ങൾക്ക് നിങ്ങളെ വിശ്വാസമില്ല എന്ന് ഈ നാട് ഉറക്കെ പറയേണ്ട ഒരു സന്ദർഭമാണിത്. ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ BJP ആണ്. ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ BJP ആണ്. ഇന്ത്യയിലെ 13 മുഖ്യമന്ത്രിമാർ, ഏതാണ്ട് 100-300ഓളം MP-മാരും MLA-മാരെല്ലാം ചേർന്നിട്ട് കോൺഗ്രസ് ആയി BJP ആയി മാറിയിരിക്കുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പരിമിതികളില്ലാതെ ഇന്ത്യയുടെ പാർലമെന്റിൽ ജനാധിപത്യത്തിന് വേണ്ടിയിട്ട് പൊരുതാൻ ഇടതുപക്ഷത്തിന്റെ കരുത്തരായ സ്ഥാനാർത്ഥികളെ നമുക്ക് വിജയിപ്പിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഉജ്ജ്വലമായ പോരാട്ടത്തിന്റെ കരുത്തുമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ CAA ആക്ട് ഒന്നും ഈ കേരളത്തിൽ നടപ്പാവില്ല എന്ന് പറഞ്ഞാൽ അത് നടപ്പാക്കില്ല എന്ന് തന്നെയാണെന്ന് ധൈര്യത്തോടെ പ്രസ്താവിച്ച ഒരേ ഒരു മുഖ്യമന്ത്രിയാണ് ആദ്യമായി ഉണ്ടായത്. അദ്ദേഹത്തിന്റെ പേര് സഖാവ് പിണറായി വിജയൻ എന്നാണ്. തീർച്ചയായിട്ടും ആ പോരാട്ടം നമുക്ക് ധൈര്യത്തോടു കൂടിയിട്ട് മുന്നോട്ട് കൊണ്ടുപോവേണ്ടതുണ്ട്. ആ പോരാട്ടത്തിന്റെ പോർമുഖത്ത് എന്തെല്ലാം ത്യാഗങ്ങൾ സഹിക്കേണ്ടി വന്നാലും, എത്ര പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നാലും, ഒരിഞ്ച് പിന്മാറാതെ ഞങ്ങൾ ഉണ്ടാവുമെന്ന ഗ്യാരണ്ടിയാണ് ഞങ്ങൾക്ക് ഇവിടെ പ്രഖ്യാപിക്കാനുള്ളത്. അതുകൊണ്ട് ഈ പോരാട്ടത്തിൽ പങ്കെടുത്ത എല്ലാവരെയും DYFയുടെ കേരള സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി അഭിവാദ്യം ചെയ്യുന്നു. ഇടതുപക്ഷ യുവജന സംഘടനകളുടെ കേരള സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി അഭിവാദ്യം ചെയ്യുന്നു. ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഈ നൈറ്റിൽ അഭിവാദ്യം ചെയ്തുകൊണ്ട് സഖാവ് വസീഫ് സംസാരിക്കും. പ്രിയമുള്ള സഖാക്കളെ, നാട്ടുകാരെ, നമ്മൾ ഇങ്ങനെ ഒത്തുചേർന്നത്, മുദ്രാവാക്യം വിളിച്ചത്, നമ്മോട്, ഈ നാട്ടിൽ നമ്മളോടൊപ്പം ജീവിക്കുന്ന മനുഷ്യരോട് നിങ്ങൾ ഈ രാജ്യത്ത് ജീവിക്കണമെങ്കിൽ ചില രേഖകൾ കാണിക്കണമെന്നുള്ള തിട്ടൂരം ഈ രാജ്യത്തിൻ്റെ ഭരണാധികാരികൾ പുറപ്പെടുവിച്ചപ്പോൾ, അങ്ങനെ ഏതവന്റെ മുമ്പിലും രേഖകൾ ഹാജരാക്കാതെ ഈ നാട്ടിൽ പിറന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഈ രാജ്യത്ത് തന്നെ ജീവിക്കുമെന്നുള്ള പ്രഖ്യാപനം നടത്തിക്കൊണ്ടാണ് നമ്മളിവിടെ ഒത്തുചേർന്നത്. ഒരു രേഖയും ഒരു അമിത്ഷായുടെ മുമ്പിലും ഒരു നരേന്ദ്രമോദിയുടെ മുമ്പിലും കാണിക്കാനുള്ള ഒരു മനസ്സും ഞങ്ങൾക്കില്ല എന്നുള്ള പ്രഖ്യാപനം തന്നെയാണ് ഞങ്ങൾ ഇവിടെ നടത്തുന്നത്. നിങ്ങൾ എന്താ കരുതിയത്? ഈ നാട്ടിൽ ജനിച്ചു വീണവൻ നിങ്ങളുടെ മുമ്പിൽ രേഖകൾ ഹാജരാക്കി നിങ്ങളുടെ മുമ്പിൽ ഓച്ചാനിച്ചു നിന്ന ഈ മണ്ണിൽ ജീവിക്കാമെന്ന് കരുതുന്നോ നിങ്ങൾ? അങ്ങനെ ഈ നാട്ടിലെ ഒരു വിഭാഗത്തെ നിങ്ങൾക്ക് മുമ്പിൽ രേഖകളില്ലാത്തവരായി വിട്ടുതരാൻ മനസ്സില്ലെന്നുള്ള പ്രഖ്യാപനം തന്നെയാണ് ഇടതുപക്ഷ യുവജന സംഘടനകളുടെ നേതൃത്വത്തിൽ ഈ നടത്തുന്ന ഈ പ്രക്ഷോഭങ്ങളെല്ലാം. കേരളമാകെ പ്രക്ഷോഭത്തിലാണ്. നമ്മൾ ഒരുമിച്ച് പ്രക്ഷോഭത്തിൽ നിൽക്കുകയാണ്. ഇവിടെ നേരത്തെ സനോജ് സൂചിപ്പിച്ചതുപോലെ പരിമിതിയുള്ളവരെ സ്വീകരിക്കുന്ന നാടല്ല ഈ നാട്. ഇത് മലപ്പുറമാണ്, ആലി മുസ്ലിയാരുടെ നാടാണ്, വാര്യംകുന്നത്തിന്റെ നാടാണ്, ഇത് പോരാളികളുടെ നാടാണ്. ഇവിടെ പിന്മടക്കമില്ലാത്ത പോരാട്ടത്തിന് നേതൃത്വം കൊടുത്തവരുടെ പിന്മുറക്കാരാണ് ഈ ഒത്തുചേർന്നിരിക്കുന്നത്. അവരുടെ മുമ്പിൽ പോരായ്മയുണ്ട്, പരിമിതിയുണ്ട്, പ്രതിസന്ധിയുണ്ട് എന്ന് പറയുന്നവർക്ക് അങ്ങ് മാറി നിൽക്കാം. ഞങ്ങൾ ജീവനാണെങ്കിൽ ജീവൻ കൊടുത്ത ഈ നാടിനെ സംരക്ഷിക്കാനുള്ള പോരാട്ടത്തിൽ ഇവിടെ ഉണ്ടാകും എന്ന് തന്നെയാണ് പറയുന്നത്. ഈ മലപ്പുറത്ത് 25-ാം തീയതി കാലത്ത് കേരളത്തിന്റെ പ്രിയങ്കരനായ കരുത്തനായ മുഖ്യമന്ത്രി വരുന്നുണ്ട്. അത് മറ്റൊന്നിനുമല്ല പ്രിയമുള്ളവരെ,
വോട്ട് അഭ്യർത്ഥിക്കാനല്ല വരുന്നത്. ഈ നാടിനെ ചേർത്തു നിർത്താൻ, പാർശ്വവൽക്കരിക്കപ്പെട്ടവനെ ചേർത്തു നിർത്തി നിങ്ങൾ ഈ നാടിന്റെ അവകാശികളാണ് എന്നുള്ള പ്രഖ്യാപനം നടത്താൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി 25-ന് രാവിലെ 10 മണിക്ക് മലപ്പുറത്ത് വരികയാണ്. എവിടെയാണ് പ്രിയമുള്ളവരെ ഈ രാജ്യത്ത് ഇങ്ങനെ പാർശ്വവൽക്കരിക്കപ്പെടുന്നവനെ, ഇങ്ങനെ പ്രയാസം അനുഭവിക്കുന്നവനെ ചേർത്തു നിർത്തുന്ന ഒരു മുഖ്യമന്ത്രി ഉള്ളത്, ഒരു ഭരണ സംവിധാനമുള്ളത്? രാജ്യത്ത് അങ്ങനെയുള്ള പ്രതീക്ഷ നൽകുന്ന, മതനിരപേക്ഷതക്ക് കരുത്തു പകരുന്ന ഒരേ ഒരു ഇടമുള്ളൂ. ആ ഇടമാണ് കേരളം. ആ കേരളത്തിന്റെ പ്രതിനിധിയും നേതൃത്വവും ഈ നാടിന്റെ ഇടതുപക്ഷമാണ് എന്ന് തന്നെയാണ് ഈ നാടുറക്കെ പറയുന്നത്. ഞങ്ങൾ ഉറപ്പിച്ചു പറയുന്നത്, ഞങ്ങൾക്കൊരു പരിമിതിയുമില്ല കേട്ടോ. ഞങ്ങൾക്ക് ഈ നാടിനെ സംരക്ഷിക്കാൻ ഒരു പരിമിതിയുമില്ല. ഇവിടെ സുരേഷ് ഗോപിക്കും സുരേന്ദ്രനുമൊക്കെ ഈ നാടിനെ വിട്ടുകൊടുത്ത് ഇവിടെ നിന്ന് നാട് വിട്ടു പോകാൻ മനസ്സില്ല എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഏത് സംഘപരിവാരത്തെയും ചെറുത്തു തോൽപ്പിക്കാൻ ആർജവമുള്ള, ഇച്ഛാശക്തിയുള്ള യുവജന പ്രസ്ഥാനം, ഇടതുപക്ഷ യുവജന പ്രസ്ഥാനം ഈ നാട്ടിലുള്ളിടത്തോളം കാലം ഒരു സംഘപരിവാരത്തിന്റെ മുമ്പിലും മുട്ടുമടക്കില്ല എന്നുള്ള പ്രഖ്യാപനം തന്നെയാണ് ഞങ്ങൾ ഇവിടെ നടത്തുന്നത്. പ്രിയമുള്ളവരെ, ഇവിടെ അണിചേർന്ന എല്ലാവരെയും ഇടതുപക്ഷ യുവജന സംഘടനകളുടെ പേരിൽ അഭിവാദ്യം ചെയ്യുകയാണ്. ഇതൊരു പോരാട്ടമാണ്, പിന്മടക്കമില്ലാത്ത പോരാട്ടമാണ്. ഇവിടെ പരിമിതിയുള്ളവരെ അല്ല നാം തെരഞ്ഞെടുക്കേണ്ടത്. ഒരു പരിമിതിയുമില്ലാതെ ഈ നാടിനെ ചേർത്തു നിൽക്കുന്നവരോടൊപ്പമായിരിക്കണം നാം അണിനിരക്കേണ്ടത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങളെ എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അഭിവാദ്യങ്ങൾ. ലാൽ സലാം. സഖാക്കളെ, ഈ നൈറ്റ് മാർച്ചിന് നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് സഖാവ് ഇല്യാസ് സംസാരിക്കും. പ്രിയപ്പെട്ട സഖാക്കളെ, സുഹൃത്തുക്കളെ, ഈ പ്രതിഷേധ സമരം ഇവിടെ താൽക്കാലികമായി അവസാനിപ്പിക്കുകയാണ്. പോരാട്ടങ്ങളുടെ ചരിത്രങ്ങളേറെയുള്ള മണ്ണിൽ നിന്നുകൊണ്ടാണ് നമ്മൾ കേന്ദ്ര സർക്കാരിന്റെ RSSനാൽ നിയന്ത്രിക്കപ്പെടുന്ന BJPയുടെ ഗവൺമെന്റിന്റെ കിരാത നിയമങ്ങൾക്കെതിരെയുള്ള ഉജ്ജ്വലമായ പോരാട്ടം സംഘടിപ്പിക്കുന്നത്. ഈ പോരാട്ടം നമുക്കിനിയും തുടരേണ്ടതുണ്ട് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ നൈറ്റ് മാർച്ചിന്റെ ഭാഗമായി പങ്കെടുത്ത ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി, ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന കമ്മിറ്റിയുടെ പ്രസിഡന്റും മലപ്പുറം മണ്ഡലത്തിന്റെ പ്രിയങ്കരനായ സ്ഥാനാർത്ഥിയുമായിട്ടുള്ള സഖാവ് വസീഫ്, വിവിധ ഇടതുപക്ഷ യുവജന സംഘടനകളുടെ നേതാക്കന്മാർ, ഇവിടെ കൂടിയിട്ടുള്ള വിവിധ പ്രദേശങ്ങളിൽ നിന്ന് എത്തിച്ചേർന്ന് ഈ സമരധാരയുടെ ഭാഗമായിട്ടുള്ള മുഴുവൻ പേർക്കും നന്ദി അറിയിച്ചുകൊണ്ട് ഇവിടെ ഈ പ്രതിഷേധ പരിപാടി ഇവിടെ അവസാനിച്ചതായി അറിയിക്കുന്നു. മേഖലാ സെക്രട്ടറിമാർ ശ്രദ്ധിക്കണം. നമ്മുടെ പണ്ടം കൊടുത്തിട്ടുള്ള കമ്പ് നമ്മളിവിടെ സ്റ്റാൻഡിൽ ഉപേക്ഷിച്ചു പോകരുത്. മുഴുവൻ സഖാക്കൾ അത് കയ്യിലെടുക്കണം. CIT സെന്ററിലേക്ക് എത്തിച്ചാൽ മതി. സഖാക്കൾ ഇവിടെ പുതിയ ബസ് സ്റ്റാൻഡിൽ വിട്ടുപോകുന്ന സ്ഥിതി ഉണ്ടാവരുത്. കമ്പ് എല്ലാവരും കയ്യിലെടുക്കണം. സ്കൈ ബാനർ അടക്കമുള്ള പ്ലക്കാർഡ് അടക്കമുള്ള സാധനങ്ങൾ മൈക്ക് പോയിന്റിൽ എത്തിക്കണം.
സഖാക്കളുടെ കൈകളിലുള്ള സ്കൈ ബാനർ, പ്ലക്കാർഡ് പോലെയുള്ള സാധനങ്ങൾ മൈക്ക് പോയിന്റിലേക്ക് എത്തിക്കണം. പന്തം കൊളുത്തിവരുന്ന കമ്പ് ഇവിടെ ഉപേക്ഷിച്ചു പോകുന്ന സ്ഥിതി ഉണ്ടാവരുത്. സഖാക്കൾ നന്നായി ശ്രദ്ധിക്കണം. സഖാക്കളെ ഗുഡ്സ് ഓട്ടോ ഉണ്ട്, അതിലേക്ക് വെച്ചാൽ മതി. കമ്പുകൾ, സ്കൈ ബാനറുകൾ, പ്ലക്കാർഡുകൾ ഗുഡ്സ് ഓട്ടോ ഉണ്ട്, അതിലേക്ക് സഖാക്കൾ വെക്കണം.